വെൽക്കം ടു മൈ ചാനൽ. ഒന്ന് ലുലു വരെ പോവാണ് കേട്ടോ. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ എന്തോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അതാ ഇത്ര സീരിയസ് ആയിട്ടിരിക്കുന്ന കേട്ടോ മുഖം. അങ്ങനെ ലുലു എത്തി. ഇവിടെ ഈ ഫ്രൈയിങ് പാനിനൊക്കെ നല്ല ഓഫറുണ്ട് കേട്ടോ. ഈ 2 ഫ്രൈയിങ് പാനിന് 500 സംതിങ്ങേ ഉള്ളൂ. ഞാൻ മേടിച്ചില്ല, നോക്കിയെന്നേ ഉള്ളൂ. പിന്നെ ലുലുവിൽ എല്ലാവർക്കും അറിയാമല്ലോ, നല്ല ഫ്രഷ് വെജിറ്റബിൾസ് അത് അറേഞ്ച് ചെയ്തേക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ ഞാൻ കണ്ട ചീര, നല്ല ഫ്രഷ് ചീര കേട്ടോ. പിന്നെ പാലക്ക് പൊതുവേ നമുക്ക് കൊല്ലത്ത് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷേ ഇവിടെ നല്ല ഫ്രഷ് പാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലുലുവിലെത്തിയാൽ നമുക്ക് പിന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെ കിട്ടുമല്ലോ, വേറെ എങ്ങോട്ടും പോകണ്ട. ഇത് പിന്നെ എന്തോ കോഴിയട, കുക്കീസ്, കേക്ക്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. ഇതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ അതൊന്നും മേടിക്കാറില്ല. ഞാൻ ഇനി പോകുന്ന സ്ഥലം ഭയങ്കര എനിക്കിഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഈ കാണുന്നൊന്നുമല്ല എൻ്റെ അന്വേഷണം. ഞാൻ അന്വേഷിക്കുന്ന സാധനം ബസ്ബോസ എന്ന് പറയും. ബസ്ബോസ എന്ന് പറഞ്ഞാൽ ഒരു കേക്കാണ്. നമ്മുടെ റവ വെച്ചാണ് അതുണ്ടാക്കുന്നത് കേട്ടോ. ഡോണറ്റ്സൊക്കെ കണ്ടാൽ നമുക്കങ്ങ് കഴിക്കാൻ തോന്നും, നല്ല രസമുണ്ട്. പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത സാധനമാണ് ഈ ഡോണറ്റ്സ്, പേസ്ട്രീസ്, ഇങ്ങനത്തെ ഈ ഒരുപാട് ഡെസേർട്ട് ഐറ്റംസിൽ ഇങ്ങനെ എനിക്ക് ഭയങ്കര ക്രേസൊന്നും ഇല്ല. പക്ഷെ ചില സാധനങ്ങൾ ഇതൊക്കെ നോക്കിക്കേ, എന്തൊക്കെയാണ് എൻ്റെ പേരൊന്നും പോലും എനിക്കറിയില്ല, എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഐറ്റം ഒന്നും എനിക്ക് താല്പര്യമില്ല. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം, പ്രീമിയം ഹരീസ ആൽമണ്ട്സ്. ഇത് ആക്ച്വലി ബസ്ബോസ എന്നായിരുന്നു ഇവർ നേരത്തെ കൊടുത്തിരുന്ന പേര്. ബസ്ബോസയുടെ ടേസ്റ്റും തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ പേര് മാറ്റി. ഞാൻ ഇതിന് മുമ്പൊക്കെ ലുലു വരുമ്പോൾ ഈ ബസ്ബോസ ഉറപ്പായിട്ടും മേടിക്കും. ഇതിനായിട്ടാണ് ഞാൻ മെയിനായിട്ട് ആദ്യം ഓടി വന്ന് ഇതുണ്ടോ എന്ന് നോക്കാറുണ്ട് കേട്ടോ. ബസ്ബോസയുടെ ഒരു പ്രത്യേകത, സാധാരണ കേക്കിൻ്റെ പോലത്തെ എനിക്ക് ഈ മുട്ടയുടെ ഫ്ലേവർ കൂടി നിൽക്കുന്ന ഒരു സാധനവും ഇഷ്ടമല്ല. അതേ മഫിൻസ്, ഈ ഡോണറ്റ്സ്, ഇതുപോലത്തെയൊക്കെ സാധനങ്ങൾ എനിക്കെന്തോ മുട്ടയുടെ രുചി കൂടി നിൽക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു സാധനങ്ങളും അങ്ങനെ ഇഷ്ടമേ അല്ല. ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ്, നല്ല നല്ല രുചിയായിരിക്കും. ഞാൻ മേടിച്ചിട്ടില്ല ഇതൊന്നും, ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം ഞാൻ എൻ്റെ ബസ്ബോസ കിട്ടിയതിൻ്റെ സന്തോഷം. പക്ഷേ പേര് മാത്രം മാറി, പ്രീമിയം ഹരീസ ആൽമണ്ട്സ്. അങ്ങനെ എന്തായാലും കിട്ടിയ സ്ഥിതിക്ക് കുറച്ച് ബസ്ബോസയൊക്കെ മേടിച്ച് സന്തോഷമായി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ എൻ്റെ മനസ്സ് മൊത്തം ഈ സാധനം കിട്ടുമോ എന്നുള്ളതായിരുന്നു. കാരണം എനിക്കിതൊരു ഫ്രണ്ട് പണ്ട് കേക്ക് ഉണ്ടാക്കി തന്നിതിൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ സ്റ്റെപ്സ് വഴിയാട്ടോ വരുന്നത്. കാര്യം എനിക്ക് ലിഫ്റ്റ് ഭയങ്കര പേടിയാണ്. ലിഫ്റ്റ് എന്നല്ല, അടഞ്ഞ മുറികൾ, ചെറിയ സ്പേസുകൾ, ഇതെല്ലാം എനിക്ക് ഭയങ്കര പേടിയാണ്. ക്ലോസ്ട്രോഫോബിയ അതുണ്ട് എനിക്ക്. അതിനെക്കുറിച്ച് പിന്നെ പറയാം. അപ്പോൾ സാധനങ്ങളൊക്കെ ആയിട്ട് അതുകൊണ്ട് സ്റ്റെപ്സ് വഴിയാണ് ഇറങ്ങുന്നത്. ഇനി അടുത്ത ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും വേഗം കാറിൽ കയറിയിട്ട് ബസ്ബോസ കഴിക്കണം. അതെ, നല്ല ടേസ്റ്റ് കേട്ടോ, എനിക്കിഷ്ടമാണ്. നിങ്ങളിനി വരുമ്പം ഒന്നുകിൽ ബസ്ബോസ എന്ന് അന്വേഷിക്കുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പേര് നോക്കുക. അതായത് പ്രീമിയം ഹരീസ ആൽമണ്ട്സ് അഥവാ ബസ്ബോസ. എന്തായാലും സൂപ്പർ ടേസ്റ്റാണ്. എന്നെ ഇടയ്ക്ക് കളിയാക്കുന്നുണ്ടേ എൻ്റെ കൊതി കണ്ടിട്ട്. ഞാൻ 2 എണ്ണം ഉടനെ 2 എണ്ണം കഴിച്ചിട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി ലുലുവിൽ വരുന്നവർ പിന്നെ ബസ്ബോസ ഒന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, ബൈ.